അപ്പോൾ 2 ദിവസം മുമ്പിലെ നമ്മളെ ഷോപ്പിൽ നിന്ന് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങിച്ചൊരു കസ്റ്റമർ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ ഫ്രീസ് ചെയ്യുന്ന ഈ ബോക്സില്ലേ, ഈ ബോക്സിനകത്ത് ഐസ് കട്ട നിറഞ്ഞ് കടന്നതിന് ശേഷം അവർക്കൊന്നും സാധനം വെക്കാൻ പറ്റാത്തൊരു പാകത്തിലെത്തി. അപ്പം അങ്ങനെ വന്ന സമയത്ത് അവരെന്താണെന്ന് വെച്ചാൽ ഒരു കത്തിയാലെടുത്തിട്ട് കംപ്ലീറ്റ് ചെത്തിക്കളഞ്ഞു. അപ്പോൾ ചെത്തിക്കളഞ്ഞ സമയത്ത് അബദ്ധത്തിൽ എന്തായി, ഈ ഒരു സംഭവം, ഈ ഒരു സാധനം കണ്ട അതിനകത്ത് ഹോള് വീണു. അങ്ങനെ ഫ്രിഡ്ജ് വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്ത പാകത്തിലായി, അതായത് തണുക്കാത്ത പാകത്തിലായി. അപ്പോൾ ഈ ഒരു രൂപം ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യണമെന്നല്ല അജേഷ് കൃത്യമായിട്ട് പറഞ്ഞുതരും. അജേഷ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കസ്റ്റമർക്ക് പറഞ്ഞേക്കാനുള്ളത്? അതായത് കൂടുതൽ കസ്റ്റമേഴ്സിനും പറ്റുന്ന ഒരു അബദ്ധമാണ്, അല്ല അവരൊരു നമ്മളൊരു അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതായത് ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾക്ക് നമുക്ക് സെപ്പറേറ്റ് ക്യാബിൻ ഉണ്ട്, അതായത് താഴത്തെ റാക്ക് ഫ്രീസർ മുകളിൽ. ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജിനെ സംബന്ധിച്ച് ഒറ്റ ക്യാബിനിലാണ് ഇതിൻ്റെ ഫ്രീസർ, വാട്ടർ ബോട്ടിൽ ഏരിയ, വെജിറ്റബിൾ ഏരിയ എല്ലാം വരുന്ന ഒറ്റ ക്യാബിനിലാണ്. അതിൽ തന്നെ പാർട്ടീഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ തന്നെ ഒരു 2-3 മാസം കൂടുമ്പോൾ, അത് നമ്മൾ ഉപയോഗത്തിന് കണക്കായിട്ടാണ്, 2-3 മാസം കൂടുമ്പോഴാണ് നോർമലി കണ്ടുവരുന്നത്. അതായത് നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഐസ് കട്ട പിടിക്കും. കട്ട പിടിച്ച് നമുക്ക് ഏകദേശം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിയെന്ന് അറിയുമ്പോൾ മാത്രം നമ്മളിത് ചെയ്താൽ മതി. കാരണം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, സിമ്പിളായിട്ട് ഒരു ബട്ടൺ, ഡീഫ്രോസ്റ്റിംഗ് മോഡ് എന്നാണ് ഈ ബട്ടണിൽ പറയുക. ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, പ്രസ് ചെയ്ത് അപ്പോൾ തന്നെ ഒന്ന് റിലീസ് ചെയ്യുക. ഇതിപ്പോൾ ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് ഫ്രീസറൊന്നും കട്ട കെട്ടിയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഞാൻ ഞെക്കി വിട്ട ഉടനെ തന്നെ ആ ബട്ടൺ റിലീസ് ആവും. പക്ഷേ ഇതിനകത്ത് ഫുൾ ഐസ് കട്ട കെട്ടിയ സമയത്താണെങ്കിൽ ഈ ബട്ടൺ അവിടെ പ്രസ്സായി നിൽക്കും, പിന്നെ പതിയെ മാത്രമേ റിലീസ് ആവും. അത് ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ ബട്ടൺ ഫുള്ളായിട്ട് റിലീസ് ആവും. മാത്രമല്ല നമ്മളെ ഫ്രീസറിനുള്ളിൽ കട്ട കെട്ടി കിടക്കുന്ന ഐസ് മുഴുവൻ വെള്ളമായിട്ട് അലിഞ്ഞു പോകും. മാത്രമല്ല ഇതിന് കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. അതായത് നമ്മുടെ ഫ്രിഡ്ജിന്റെ അകത്ത് നമുക്ക് ഓരോ മോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ ലെവലാണ്, അതായത് 1, 2, 3, 4, 5 ഒന്നുമില്ല, കൂളിങ്ങിന്റെ ലെവൽ തന്നെയാണ് വരുന്നത്. ഇപ്പൊ നമുക്കൊരു വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന തണുപ്പിലായിരിക്കില്ല ഒരു മഴക്കാലത്ത് അല്ലെങ്കിൽ ഒരു തണുപ്പിലെ കാലത്ത് ഉപയോഗിക്കുന്നത്. കസ്റ്റമേഴ്സ് കൂടുതൽ ആൾക്കാരും ഒരേ മോഡിൽ തന്നെ ഇട്ടിട്ട് വേനൽക്കാലത്ത് കേൾക്കുന്ന പരാതിയാണ്. അതായത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്ത് സാധനം വെച്ച് കഴിഞ്ഞാലും മോശമാവുന്നു. അതായത് പച്ചക്കറികൾ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ മോശമാവുന്നത്, പാൽ വെച്ച് കഴിഞ്ഞാൽ 1 ദിവസം പോലും നിൽക്കുന്നില്ല. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും നമ്മൾ ഒരുപോലെ ടെമ്പറേച്ചർ ലെവൽ ഇട്ടിട്ട് കാര്യമില്ല. നമ്മളെ പുറത്ത് അന്തരീക്ഷം നല്ല ചൂടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടൊരു നോബ് ഉണ്ട്, ഇതിൽ 3, 4, 5 ഇങ്ങനെ 5 മോഡാണ് ഉള്ളത്. നമ്മളെ അന്തരീക്ഷം പൊതുവേ തണുപ്പാണ്, നമുക്ക് 2-ലോ 3-ലോ യൂസ് ചെയ്താൽ മതി. ഇനി പുറത്തെ ചൂട് മാത്രമല്ല, ഫ്രിഡ്ജിൽ നമ്മൾ ഓവർലോഡ് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അടക്കം ഇത് ഉപയോഗിക്കുക. കാരണം എന്താണ്, എല്ലാ ഭാഗത്തേക്കും തണുപ്പ് ഒരുപോലെ എത്തണം. അപ്പോൾ 4-ലും 5-ലും ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാ സമയത്തും ഉപയോഗിക്കേണ്ട, നോർമൽ ടൈമിൽ 2-ലോ 3-ലോ മാത്രം ഈ മോഡ് ഇട്ടിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പം ഇതൊരുപാട് ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു വിഷയം, അതുകൊണ്ട് എങ്ങനെ അബദ്ധം സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ടിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.